ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് സേമിയ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കാണാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇത്തരം സേമിയാണ്. ഇത് റോസ്റ്റഡ് അല്ല. അതുപോലെ അതിന് ചേർക്കാനായി ഒരു സവോള, ഒരു ക്യാരറ്റ്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്ര എടുത്തിട്ടുണ്ട്. അതുപോലെ നിലക്കടല, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾ ആ സേമിയ എല്ലാം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ സവോളയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അണ്ടിപ്പരിപ്പും നിലക്കടല, ബദാം പരിപ്പും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ നിലക്കടല റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ കൂടെയാണ് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും എല്ലാം അങ്ങ് ഇടുവാണ്. കാരണം പെട്ടെന്ന് ഇത് മൂത്തോളും. ഇനി നിലക്കടല വറുത്തതല്ല എങ്കിൽ കുറച്ച് സമയം ഇട്ട് അത് മൂത്തതിന് ശേഷമേ ഉള്ളൂ ഈ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഇടാവുള്ളൂ. കാരണം ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും പെട്ടെന്ന് മൂക്കും. നമുക്കതൊന്ന് കോരിയെടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് വേണം കടുക് വറുക്കാൻ. ഒരു 2-3 ഉണക്കമുളക് ഇടാം. ആവശ്യത്തിന് കടുക് കൂടെ ചേർക്കുക. കടുക് പൊട്ടിയപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ചേർക്കാം. സവോള ഒരു ഇച്ചിരി നേരം ഒന്ന് മൂത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചേർത്താൽ മതി. നമ്മുടെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതോടെ ചേർക്കുക. പച്ചമുളക് അരിഞ്ഞത് അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ഇടച്ച്, ഈ ക്യാരറ്റ് വളരെ കനം കുറച്ചരിയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ആ സേമിയ കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി സേമിയ ആദ്യം വേണം റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് വീണ്ടും വേണേലും ഇതിലേക്കിടാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആ സേമിയയുടെ നിറം ഒന്ന് മാറുന്ന വരെ ഒന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇപ്പം തീ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം തീ സിമ്മയിൽ ഇട്ടിട്ട് വേണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ വെള്ളം ഒഴിക്കാൻ. ഈ നഖക്കെ ഒഴിച്ചാൽ മതി. കണ്ടില്ല, ഇത്രയും മതി വെള്ളം. അപ്പം നമ്മൾ ആ സേമിയ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ നഖക്കെ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് നമുക്ക് കൃത്യ അളവൊന്നും നോക്കണ്ട സേമിയയുടെയും വെള്ളത്തിൻ്റെയും ഒന്നും. അത് നഖക്കെ വരത്തക്ക രീതിയിൽ തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വേണം മൂടി വെച്ചൊന്ന് വേവിക്കണം. അല്ലെ വേകാതെ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോകും. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിച്ചതാണ്. വീണ്ടും ഒന്ന് ഇളക്കി നോക്കി ഒരു അല്പം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇത് കുഴയുകയോ ഇല്ല, പാകത്തിന് വെന്ത് കണ്ടോ.
ഒരല്പസമയം ഇവിടെ ഒന്ന് മൂടി വെച്ച് ഇനി നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും നിലക്കടലയുടെ ചേർക്കുക. ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്, കാരണം ആദ്യമേ ഇത് ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കുതിർന്നു പോകും. പിന്നെ ഞാൻ കുറച്ച് സീഡ്ലെസ് ആണ് ഉണക്കമുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അതിവിടെ ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേന് ആ അണ്ടിപ്പരിപ്പൊക്കെ തിന്നുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇതങ്ങ് കുതിർന്നു പോകും. ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറുള്ളത്. എനിക്കിങ്ങനെ ചേർക്കുമ്പോഴാണ് അത് കഴിക്കുമ്പോൾ ഒരു രുചി കൂടുതൽ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു.